ഹലോ ഗേസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു വെട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്. പ്രധാനമായിട്ട് വേണ്ടത് മുട്ടയാണ്, പഞ്ചസാര, മൈദ, കുറച്ച് റവ, ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഈ 3 മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. അപ്പം നമ്മൾ 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കപ്പിങ്ങാണ് നമ്മൾ അളന്നെടുക്കുന്നത്. അപ്പോൾ ഈ കപ്പിലൊരു അര കപ്പിനേലും ഒരു പൊടിക്ക് മുൻതൂക്കമുണ്ട്. അപ്പോൾ അങ്ങനെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് മധുരം എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 3 ഏലക്ക വേണം. പിന്നെ ഒരു നുള്ളു ഉപ്പ്, ഉപ്പിടാം. എന്നിട്ട് ഇത്രയും നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് കൊണ്ടുവരാം. നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1.5 കപ്പ് മൈദയാണ് നമുക്ക് വേണ്ടത്. ഒന്നര കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് റവയും കൂടിയാണ് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ 1/2 കപ്പ് റവയുമാണ് നമ്മൾ ഇടുന്നത്. 1/2 കപ്പ് റവയും ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടാം. നമ്മുടെ ഈ മിക്സ് മുട്ടയും പഞ്ചസാരയും ഏലക്കയും ഇട്ടേക്കുന്ന മിക്സ് 1 മിനിറ്റ് നന്നായി നമ്മൾ അടിച്ച് പതിപ്പിച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ ആ മിക്സ് വേണ്ട. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കരുത്. നമുക്കിത് മാത്രം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ച് എടുക്കണം. നമ്മുടെ ചപ്പാത്തിയുടെ മാവ് പോലെ തന്നെ കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ പൊടി ഇപ്പം മുട്ടയെന്നൊക്കെ നല്ലോണം മുട്ട പതിപ്പിച്ചപ്പോൾ നന്നായിട്ട് ഇതായിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടിയും നമുക്ക് ഈ ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടിയും മാവിട്ട് കൊടുക്കാം. ഇത് കുറച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അത് ഓരോ പൊടികളുടെ അനുസരിച്ച് നമുക്ക് ഇരിക്കുള്ളൂ. ഇതിനകത്തേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടിയും ഒഴിക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ അതേ ഇതുപോലെ തന്നെ നല്ല ചപ്പാത്തി മാവിൻ്റെ കൂട്ട് നന്നായിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ട നല്ല സ്മൂത്തിലാണ് കുഴച്ചേക്കുന്നത്. ഇതിനൊരു 2 മണിക്കൂർ നമുക്ക് വയ്ക്കാം. അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കുറച്ചധികം നേരം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാവിന് നല്ല ഇതുണ്ടാവും. അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 2 മണിക്കൂറാണ് വെക്കുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന ഒരു 3-4 മണിക്കൂറൊക്കെ വെച്ചാലും നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മൂടി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണയും കൂടി തടവി കൊടുത്തിട്ട് വേണം നമ്മളിത് മൂടി വെക്കാൻ. അപ്പോൾ നമുക്കിത് 2 മണിക്കൂർ കഴിയുമ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ മാവ് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് നന്നായിട്ട് ഇത് നല്ല സ്മൂത്തായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കുഴച്ച് എങ്ങനെ കേക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം നമുക്കിതൊന്ന് നീളത്തിൽ കുഴച്ചെടുക്കാം. അപ്പം നമുക്കിത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ 1 പീസ് നമുക്ക് ആദ്യം കുഴച്ചെടുക്കാം. അപ്പം നന്നായിട്ട് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. 2 പീസും കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ പീസും നമുക്ക് മുറിച്ചിടാം. ഒരുപാട് വലിയ പീസാക്കണ്ട കേട്ടോ. അതായത് എണ്ണ കുടിക്കാൻ പാകത്തിനുള്ള നമുക്ക് മുങ്ങിക്കിടത്തുന്ന ഇത് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഇതാക്കിയാൽ മതി. നമുക്കിങ്ങനെ പീസാക്കി ഇതാക്കാം. നമുക്ക് ഓരോ ബോൾസ് എടുത്ത് ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുത്തിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട്
ഇങ്ങനെ നമുക്ക് ഈ വെട്ട് കേക്കിൻ്റെ വരയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് വരയിട്ട് കൊടുക്കാം. അത് നമുക്ക് എല്ലാ പീസും അങ്ങനെ വരയിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമുക്ക് എല്ലാ പീസും ചെയ്ത് വയ്ക്കാം. അപ്പം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഓയിൽ നന്നായി ചൂടാവട്ടെ. എന്നിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ചുരുക്കിയിടണം, എന്നാലാണ് ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വേവുള്ളൂ. അല്ലെങ്കിൽ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം ഭാഗം മാത്രം പെട്ടെന്നാണ് കരിഞ്ഞു പോകും. അപ്പം ഞാൻ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാൻ. അപ്പം എനിക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കിട്ടിയത് ഒരു 17 വെട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അത് വീട്ടിൽ മക്കൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ കളറൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറ് ഒരു 2 നുള്ള് ഫുഡ് കളർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഇത് നമ്മൾ ഉണ്ടാക്കി വെളിച്ചെണ്ണയിൽ ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് വീർത്ത് വരും. അതായത് നമ്മൾ സോഡാപ്പൊടി ഇട്ട് റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചതല്ലേ, അപ്പോൾ അതുപോലെ നന്നായിട്ട് നമുക്ക് വീർത്ത് വരും. അപ്പോൾ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചിടാനേ നമുക്ക് പറ്റുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീർത്ത് വരുന്നത് കൊണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. താങ്ക് യു.